കല്യാണമുണ്ട്. ഇവിടെ വെച്ചല്ല, കൊട്ടാരക്കര കഴിഞ്ഞു പോകണം. അപ്പോൾ രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങണം. എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണമാണ്. അവിടെ ഉള്ളവരിൽ ഈ ഉടനെ അടുത്ത കല്യാണമൊന്നും കാണത്തില്ല. ഒരു കല്യാണം കഴിഞ്ഞതേ ഉള്ളായിരുന്നു. ഇനി അടുത്ത കല്യാണത്തിന് പോവുകയാണ്. അപ്പോൾ രാവിലെ അതിന് റെഡി ആയിക്കൊണ്ടിരിക്കുക. എഴുന്നേറ്റതേ ഉള്ളൂ. ഇനി ഫുഡ് കഴിക്കണം, കുളിക്കണം, അങ്ങനെ കുറച്ചൊക്കെ ഉണ്ട്. ഇത് രാവിലെ എഴുന്നേറ്റപ്പോഴേ നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര മൂടലും ഒക്കെ ആയിട്ട് പണി പാളിയെന്ന് വിചാരിച്ചു. അത്രയും ദൂരം വണ്ടിയിൽ എങ്ങനെ പോകും എന്ന് വിചാരിച്ച് ഞാൻ ഇരിക്കുമായിരുന്നു. ഞാൻ പോരാതെ ഞാൻ സാരി കൊടുക്കുന്നു. പക്ഷെ ഇപ്പം ചെറിയൊരു വെയിൽ വരുന്നു. കോളൊക്കെ അങ്ങോട്ട് പോയി, പോയി. വലിയ കുഴപ്പമില്ല. എന്നാലും റെയിൻകോട്ട് എടുത്ത് വണ്ടി വലിച്ചേക്കാം. പോകുന്ന വഴിക്കൊന്ന് മഴ പെയ്യായിരുന്നാൽ മതിയായിരുന്നു. ഞാൻ പറഞ്ഞു കഴിഞ്ഞ്. ഞാൻ വ്ളോഗ് എടുത്തത് അറിഞ്ഞില്ല. പുതിയ വ്ളോഗ് എടുത്തുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ റെഡിയായി. ഇനി സാരിയും കൂടെ എടുത്താൽ മതി. സാരി ഉടുക്കണം, കമ്മലിടണം, അതേ ഉള്ളൂ. പൊട്ടിട്ടില്ല, പൊട്ടിടണം. അപ്പം ഇത്രേ ഉള്ളൂ. ഇനി ഒരുങ്ങിയിട്ട് വരാം. വെയിലുണ്ട് കേട്ടോ. ഇനി അങ്ങ് എത്തുന്ന വരെ മഴയൊന്നും പെയ്യാതിരുന്നാൽ മതിയായിരുന്നു. രണ്ടുവട്ടം കുളിക്കാൻ പോയേക്കുക. ഇപ്പോൾ സമയം ഒരു 9 മണി കഴിഞ്ഞ്. ഇനി റെഡിയായി ഞങ്ങൾ ഉടനെ ഇറങ്ങും. കഴിച്ച് എല്ലാം ഇതായിട്ടിരിക്കും. ഇനി റെഡിയായി ഇറങ്ങിയാൽ മതി. എനിക്ക് ഇന്നലെ മേടിച്ചുകൊണ്ട് വന്നേ, നന്ദുവട്ടം മേടിച്ചുകൊണ്ട് വന്നേ മോതിരം. കറക്റ്റ് സാരിയുടെ അതേ കളർ തന്നെ കിട്ടി. പക്ഷേ കമ്മൽ ഈ കളർ ഒരു കമ്മലുണ്ട്. നന്ദുവട്ടം വേറൊരു കമ്മൽ മേടിച്ചുകൊണ്ട് വന്ന് ഏരുന്ന് ഇട്ട് നോക്കണം. പക്ഷെ ഇത് കൊള്ളാം ഇല്ലയോ? എന്തായാലും ഇതെല്ലാം സാരി ഉടുത്ത് കഴിഞ്ഞിട്ട് ഇതൊക്കെ ഇടുന്നുള്ളൂ. ഉണ്ടോ? ഈ ഒരു കമ്മല ഞാൻ ഇടാൻ ഉദ്ദേശിച്ചത്. ഇന്നലെ എനിക്ക് നന്ദുവട്ടനാണെങ്കിൽ ഇതേ ഈ കമ്മൽ മേടിച്ചുകൊണ്ട് വന്ന്. അത് രസമുണ്ട്. ഏതിടണമെന്നുള്ള കൺഫ്യൂഷനിലിരിക്കുക. രണ്ടും ഇട്ട് നോക്കിയിട്ട് ഏതാ ചേരുന്നതെന്ന് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വളയില്ല. ഞാൻ അങ്ങനെ വള ഇടത്തില്ല. കയ്യിലങ്ങനെ ഒന്നും ഇടാറില്ല. ചിലപ്പം വാച്ചിടും. വള ഇങ്ങനെ ഇതൊരു ഞങ്ങളുടെ കസിൻ്റെ കല്യാണത്തിന് മേടിച്ചതാണ്. അതുകൊണ്ട് വള മാത്രം ചേരുന്ന കിട്ടിയില്ല. മേടിച്ചില്ല ഞാൻ. ഇത് പിന്നെ സാരി ഉടുക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടായോ, അതുകൊണ്ട് അതിടാമെന്ന് വിചാരിച്ച്. എല്ലാം മാച്ചിങ് ആവരുത്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് സാരി ഉടുത്തിട്ട് വരാം. സാരി ഉടുത്തിട്ട് ഇതെല്ലാം ഇട്ടിട്ട് നോക്കാം. ഡ്രസ്സ് കല്യാണത്തിന് വന്ന് പറഞ്ഞായിരുന്നു. പറഞ്ഞു. ഞാൻ കല്യാണത്തിന് ഇതെനിക്ക് കുറേ നാളായിട്ട് അമ്മ മേടിച്ചൊരു സാരി ഇതുവരെ ഉടുത്തിട്ടില്ല. ഫസ്റ്റ് ടൈം എടുക്കുക. ഇതാണ് സാരി. ഇൻസ്റ്റയിലൊക്കെ വൈറലായ സാരിയാണ്. അതങ്ങ് മേടിച്ച്. എങ്ങനെയുണ്ട്? കൊള്ളാം. വലിയതായിട്ടൊന്നും ഒരുങ്ങിയിട്ടില്ല. അങ്ങനെ ചെല്ലുമ്പോഴത്തേക്ക് ഒരു പരുവ് ആവുമെന്ന് തോന്നുന്നു. ഇല്ലയോ? എന്തുകൊണ്ടാ? ഇതാണ് സാരി. സാരി എങ്ങനെയുണ്ട്? ഇത് പറഞ്ഞാൽ വേറൊരു കളർ. എൻ്റെ ക്യാമറയിൽ വേറെ കളറായിട്ട് തോന്നുന്നു. ഇല്ലയോ? ഇനി ചെല്ലുമ്പോഴത്തേക്ക് ഒരു വഴിയാവും. സമയം പോയി. ഞങ്ങൾ ഇറങ്ങാം. ഇപ്പോൾ ഹെൽമെറ്റ് ഇടുമ്പോൾ എൻ്റെ സിന്ദൂരം മൊത്തം ഇപ്പം പോവും. അതുകൊണ്ട് കുറച്ച് കട്ടിക്കങ്ങ് ഇട്ടു. പോകുന്നേ കുറച്ചല്ലേ പോകത്തുള്ളൂ. ലേറ്റ് ആയെന്ന് തോന്നുന്നു. ഭയങ്കര വെയിൽ. ഇനി കുന്നിക്കോട് ചെന്ന് ഫ്രെയിമും മേടിച്ചുകൊണ്ട് വേണം പോകാൻ. എല്ലാവരും എത്തിയിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ ലേറ്റായി. ഇനി വെള്ളം കുടിച്ചിട്ട് ഫ്രെയിമും മേടിച്ചുകൊണ്ട് പോകാം.
എടുക്കാം. വാ വാ. കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം ചോറൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഞങ്ങളൊന്ന് കഴിച്ചു തുടങ്ങി. ഞങ്ങൾ മഴയാണ്ട് കയറിയിരിക്കുക. ഇനി ഒരു ജ്യൂസ് കുടിക്കാൻ എന്ന് വിചാരിച്ചു കയറി. ഇന്നലെ കരിമ്പൻ ജ്യൂസ്. അപ്പോൾ കരിമ്പൻ ജ്യൂസ് കുടിക്കാനായിട്ട് നിർത്തിയിട്ടേക്കുക. ഞാൻ കുടിച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞാൻ ഒരെണ്ണം മേടിക്കാന്ന് വിചാരിച്ച്. കുടിച്ചവര് കൊള്ളാമെങ്കിൽ വേറെ മേടിക്കാം. നന്ദു മഴയത്ത് കയറി തന്നെയാണ് ഞങ്ങള്. ഇവിടെ കയറിയപ്പോൾ വെയില്. ഇനിയിപ്പോൾ ജ്യൂസ് കുടിച്ചിട്ടങ്ങ് തുടങ്ങാം. ലിപ്സ്റ്റിക്ക് പോയി. ഞാൻ ബിരിയാണിയോടെ ലിപ്സ്റ്റിക്ക് തിന്ന്. നല്ല ടേസ്റ്റ് ആയിരിക്കും. കുറച്ച് ലിപ്സ്റ്റിക്ക് ഞാൻ ഇതിലെ ഹെൽത്തിട്ടുണ്ടിരിക്കുന്നു. കുറച്ച് ലിപ്സ്റ്റിക്ക് ഇട്ടിട്ട് പോകാം. ലിപ്സ്റ്റിക്ക് ഒക്കെ ഞാൻ എടുത്തോണ്ടാ വന്നേട്ടോ. ഞാൻ എവിടെ പോയാൽ ലിപ്സ്റ്റിക്ക് കൊണ്ടേ പോയിട്ടുള്ളൂ. ഇപ്പോഴാ തെളിച്ചാൽ വന്നേ. ഞാനെന്ത് എനിക്കെന്തോ ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് എനിക്ക് വേറെ ജ്യൂസ് നിർത്തിയിട്ടില്ല. എനിക്ക് വേറെ ജ്യൂസ് നിർത്തി. ഈ ബസ് ഇപ്പം എത്രാമത്തെ വട്ടം നിർത്തുമോ? ചവിട്ടി 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 ഏറ്റവും ബസ് ഇപ്പം നമ്മൾ ഓവർടേക്ക് ചെയ്തേ. ഓവർടേക്ക് ചെയ്തിട്ടില്ല, അവിടെ കൊണ്ട് ഓരോ സ്ഥലത്തും ഓരോ ആൾക്കാരായി. എന്താ ലോട്ടറി എടുക്കാം. ലോട്ടറി അടിച്ച് ഞങ്ങൾ യൂട്യൂബ് ചാനൽ നിർത്തും കേട്ടോ. അമ്മ വണ്ടി ഓടിക്കുക. എനിക്ക് കരിമ്പ് ജ്യൂസ് എന്തോ എനിക്ക് ഇഷ്ടമല്ല. സാധാരണ നമ്മളൊരു കടന്ന് ജ്യൂസ് വാങ്ങിക്കുമ്പോഴേ കുഞ്ഞ ഗ്ലാസ്സിനെത്തായിരുന്നു. വലിയ ഓടുന്ന ഗ്ലാസ്, അത് കുടിക്കാനും വരിക. 2 ഗ്ലാസ് മേടിച്ചായിരുന്നെങ്കിൽ അപ്പോൾ 2 ഗ്ലാസ് ഒന്നാമത് ബിരിയാണി കഴിച്ച് വയറ് മുറുകി. എൻ്റെ വയറ് മുറുകിയിരിക്കുക. ഭയങ്കര മഴ. ഞങ്ങളിനി എങ്ങനെ വീട്ടിൽ പോവും? ഞങ്ങളിനി എന്തോ ചെയ്യും? റെയിൻകോട്ടുണ്ട്. പക്ഷേ ഈ മഴയത്ത് ഞങ്ങൾ അങ്ങനെ പോകും. അതുകൊണ്ട് ഞങ്ങളിവിടെ മഴ തോന്നിട്ടേ പോകും. കുറച്ചൊരുവിടെ ഇരുന്നിട്ടൊക്കെ പോവാന്ന് വിചാരിച്ച്. ഭയങ്കര മഴ. ഇനിയിപ്പോഴേ പോക്ക് നടക്കത്തില്ല. എന്തോ ചെയ്യും? ഞാനില്ല, കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് പോവാലിയോ. വയറൊക്കെ നിറഞ്ഞിരിക്കുക. വെള്ളം കുടിക്കണമെന്ന് വിചാരിച്ചിട്ട് അവിടെ നിർത്താനുള്ള പരിപാടിയിൽ ഇങ്ങനെ വന്നതാണ്. പക്ഷെ അതിന് മുന്നേ മഴ വീണു.